प्यारे बच्चों, नमस्ते। 11वीं कक्षा की हिंदी कक्षा में आप सबका स्वागत। क्या आप हिंदी पढ़ने के लिए तैयार है? अच्छा, पहले हमें अपनी पाठ्य पुस्तिका का परिचय पाएंगे। देखिए बच्चों, हमारा पाठ्य पुस्तिका में 4 ഇക്കായിയാ നമ്മുടെ പാഠപുസ്തകത്തിൽ 4 യൂണിറ്റുകളാണ് ഉള്ളത്। पहला इकाई का नाम है सपने सुहाने। इसमें 4 പാഠഭാഗ है। सपने सुहाने എന്ന ആദ്യ യൂണിറ്റിൽ 4 പാഠഭാഗങ്ങളാണ് ഉള്ളത്। पहला പാഠഭാग सुगेश साहनी जी की एक लघु कथा है अनुधाब। ആദ്യ പാഠഭാഗം സുഗേഷ് സാഹ്നി ജിയുടെ ഒരു ലഘുകഥയാണ് അനുതാപ്। दूसरा പാഠഭാग जयशंकर प्रसाद जी की एक कविता है मधुर ऋतु। രണ്ടാമത്തെ പാഠഭാഗം जयशंकर प्रसाद ജിയുടെ ഒരു കവിതയാണ് मधुर ऋतु। तीसरा പാഠഭാग एक पत्र है, ये हमारा अधिकार है। മൂന്നാമത്തെ പാഠഭാഗം ഒരു കത്താണ്, ये हमारा अधिकार है। और चौथा പാഠഭാग चित्रा मुद्गल जी की एक नाट्य रूपांतर जुलूस। ചിത്ര മുദ്ഗൽ ജിയുടെ ജുലൂസ് എന്ന പാഠഭാഗമാണ് നാലാമതായി പഠിക്കുന്നത്। तो बच्चों, अब हमें पहला പാഠഭാग की ओर जाएंगे। ഇനി നമുക്ക് ആദ്യ പാഠഭാഗം നോക്കാം। हमारा पहला पाठभाग सुगेश साहनी जी की एक लघु कथा है अनुदाब। तो बताइए हमारा पाठ का नाम क्या है? हाँ, अनुदाब। अब बताइए अनुदाब किस विधा की रचना है? അനുതാപ് എന്നുള്ളത് ഏത് വിധത്തിലുള്ള രചനയാണ്? നമുക്കറിയാം, സാഹിത്യത്തിന്റെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ് കഥ, കവിത, നാടക്, ഉപന്യാസ് എന്നിവ। ഇതേപോലെ ഏതു വിധത്തിലുള്ള രചനയാണ് അനുതാപ്? हाँ, अनुदाब एक लघु कथा है। तो बताइए अनुदाब का लेखक कौन है? लेखक का नाम क्या है? हाँ, सुगेश साहनी। तो अधिक जानकारी के लिए പാഠപുസ്തിക देखें। കൂടുതൽ അറിയാനായിട്ട് നമുക്ക് പാഠപുസ്തകം ശ്രദ്ധിക്കാം। നമ്മളുടെ പാഠപുസ്തകത്തിൽ ആദ്യമായി ലേഖകനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്। അവിടെ ലേഖകന്റെ പേര്, ജന്മം, പ്രമുഖ രചനകൾ, പുരസ്കാർ, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, വിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണമാണ് തന്നിരിക്കുന്നത്। ഈ ഒരു പ്രൊഫൈൽ നന്നായി വായിച്ച് മനസ്സിലാക്കുക। എക്സാമിന് ലേഖകനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അത് നിങ്ങൾക്ക് സഹായകമാകും। അതിന് തൊട്ട് താഴെയായി കാണുന്ന ബോക്സിൽ നമ്മളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വിവരണമാണ്, അതെന്താണെന്ന് ശ്രദ്ധിക്കുക। ലഘുകഥ ആകാർ മേ ലഘു ഹോനെ കെ ബാവജൂദ് കഹാനി കാ ഏക് പ്രകാർ ഹെ। എന്താണ് ലഘുകഥ എന്നാൽ? ചെറുകഥ। ചെറുകഥ രൂപത്തിൽ ചെറുതാണെങ്കിലും അത് കഥയിലെ ഒരു വിഭാഗമാണ്। കഥയിൽ പല വിഭാഗമുണ്ട്, അതിലൊരു വിഭാഗമാണ് എന്ത്? ചെറുകഥ। लघुकथा का भेदमात्र आगारगत न होकर अनुभूति की संश्लिष्टता को लेकर है। ലഘുകഥ രൂപത്തിൽ ചെറുതാണെങ്കിലും അത് അനുഭൂതികളെ അതാ ഭാവങ്ങളെ കൂട്ടിയിണക്കുക കൂടി ചെയ്യുന്നുണ്ട്। അതായത് ലഘുകഥ രൂപത്തിൽ ചെറുതാണെങ്കിലും കഥയിലെ പോലെ തന്നെ എല്ലാ ഭാവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ത്? ചെറുകഥ എന്ന് പറയുന്നത്। ലഘുകഥ കഥ കാ ലഘുതം രൂപ ഹെ। ലഘുകഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറുകഥ എന്ന് പറയുന്നത് കഥയുടെ ഒരു ചെറിയ രൂപമാണ്। പരന്തു കഥ കാ സാരാംശ നഹി, എന്നാൽ അത് കഥയുടെ സാരാംശം അല്ല। ലഘുകഥ, ചെറുകഥ എന്ന് പറയുന്നത് കഥയുടെ ഒരു ചെറിയ രൂപമാണ്, എന്നാൽ കഥയുടെ സാരാംശം എഴുതിയതിനെ അല്ല ലഘുകഥ എന്ന് പറയുന്നത്। ഇത്രയും ഭാഗം ലഘുകഥയെക്കുറിച്ചുള്ള വിവരണമാണ്। എന്താണ് ലഘുകഥ എന്നതിനെ കുറിച്ചാണ് ഇത്രയും ഭാഗം നാം പറഞ്ഞിരിക്കുന്നത്। ഇനി നമ്മളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില വിവരങ്ങളാണ്, ശ്രദ്ധിക്കാം। മനുഷ്യ की ओर से जिंदगी में कहीं कहीं जाने अनजाने गलतियां होती है। എന്താണ്? മനുഷ്യരുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ജാനെ അഞ്ചാനെ, അറിഞ്ഞോ അറിയാതെയോ, ഗൽത്തിയാം ഹോത്തി ഹെ, നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തെറ്റുപറ്റാറുണ്ട്। കുച്ച് ഗൽത്തിയാം ഐസി ഹെ, ചില തെറ്റുകൾ എങ്ങനെയാണ്?
ജിസ്കി മർഹം പട്ടി സംഭവ് ഹെ, അത് പരിഹരിക്കാൻ പറ്റുന്നവയാകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകളൊക്കെ അത് പരിഹരിക്കാൻ പറ്റുന്നവ ആയിരിക്കും. പരന്തു കുച്ച് കാ കൊയ് ഇലാജ് സംഭവ് നഹി, എന്നാൽ ചില തെറ്റുകളോ അത് പരിഹരിക്കാൻ പറ്റാത്ത തെറ്റുകളായിരിക്കും. ജിസ് മനുഷ്യക്കെ ദിൽ മേ സഹജീവിയോ കെ പ്രതി സംവേദന ഹെ, ഏത് മനുഷ്യരുടെ ഉള്ളിലാണോ സഹജീവികളോട് സഹാനുഭൂതി ഉള്ളത്, വഹ് ഏസി ഹാലത് മേ പശ്ചാത്താപ് വിവശ് ബൻ ജായേഗ, അത്തരത്തിലുള്ള ആളുകൾ, ഏത് മനുഷ്യരുടെ ഉള്ളിലാണോ സഹജീവികളോട് സഹാനുഭൂതി ഉള്ളത് അങ്ങനെയുള്ള ആളുകൾ ഏസി ഹാലത് മേം, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ, എത്തരത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പശ്ചാത്താപ് വിവശ് ബൻ ജായേഗ, അവരെന്താവും, പശ്ചാത്താപ വിവശരായിരിക്കും, അവരുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരിക്കും. അനുതാപ് ഇസി സംവേദന സേ യുക്ത് ഹെ, അനുതാപ് എന്നുള്ള ഈ ഒരു ചെറുകഥ ഇത്തരത്തിലുള്ള വേദനകൾ നിറഞ്ഞതാണ്. അതിന് തൊട്ടു താഴെയായി ശ്രമജീവിയോ കി പീഡ ഔർ ഭേവസി പർ സുകേഷ് സാഹ്നി കി ലഘുകഥ. ശ്രമജീവിയോ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ പീഡ എന്ന് പറഞ്ഞാൽ ദുഃഖം, തൊഴിലാളി വർഗത്തിന്റെ ദുഃഖങ്ങളെക്കുറിച്ചും നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും സുകേഷ് സാഹ്നിയുടെ ലഘുകഥയാണ്, ചെറുകഥയാണ് അനുതാപ്. ഖേദം, പശ്ചാത്താപം എന്നൊക്കെയാണ് അനുതാപ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, അനുതാപ് എന്ന ഈ ഒരു ചെറുകഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് യാത്രക്കാരൻ, അതായത് ഓഫീസ് ജോലിക്കാരനായ, പേര് പറയാത്ത ഓഫീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു യാത്രക്കാരൻ. രണ്ടാമതായി അസ്ലം എന്നു പേരുള്ള ഒരു റിക്ഷാവണ്ടിക്കാരൻ. മൂന്നാമതായി പേര് പറയാത്ത ഒരു റിക്ഷാവണ്ടിക്കാരൻ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു ചെറുകഥയിലുള്ളത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ യാത്രക്കാരൻ, ഓഫീസ് ഉദ്യോഗസ്ഥനായ യാത്രക്കാരൻ സ്ഥിരമായി അസ്ലം എന്ന പേരുള്ള റിക്ഷാവണ്ടിക്കാരൻ്റെ റിക്ഷയിലാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഈ യാത്രക്കാരൻ റിക്ഷാ സ്റ്റാൻഡിൽ ഓഫീസിൽ പോവാനായി അസ്ലമിനെ അന്വേഷിച്ച് റിക്ഷാ സ്റ്റാൻഡിൽ എത്തുന്നതാണ്. അതിനുശേഷം നടക്കുന്ന കഥകളാണ് ഈ അനുതാപ് എന്ന ലഘുകഥയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക. ബാബുജി ആയിയെ മേ പഹുഞ്ചായേ ദേത്താ ഹും, ബാബുജി വന്നാലും ഞാൻ എത്തിച്ചു തരാം. ഏക് റിക്ഷേവാലേനെ ഉസ്കെ നസ്ദീഖ് ആക്കർ കഹ, ഒരു റിക്ഷാവണ്ടിക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞു അസ്ലം എന്നു പേരുള്ള റിക്ഷാവണ്ടിക്കാരൻ്റെ റിക്ഷയിലാണ് നമ്മളുടെ യാത്രക്കാരൻ സ്ഥിരമായി ഓഫീസിൽ പോകുന്നത്. എന്നാൽ ഇവിടെ ബാബുജി ആയിയെ മേം പഹുഞ്ചായേ ദേത്താഹും, ബാബുജി വന്നാലും ഞാൻ എത്തിച്ചു തരാം. ഏക് റിക്ഷേവാലേനെ ഉസ്കെ നസ്ദീഖ് ആക്കർ കഹ, ഒരു റിക്ഷാവണ്ടിക്കാരൻ അദ്ദേഹത്തിന്റെ നസ്ദീഖ് എന്ന് പറഞ്ഞാൽ നസർ കെ സാമനെ, കൺമുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയാണ്. അപ്പോൾ അത് അസ്ലമല്ല, മറ്റൊരു റിക്ഷാവണ്ടിക്കാരൻ ഈ യാത്രക്കാരന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയാണ്, ബാബുജി വന്നാലും ഞാൻ എത്തിച്ചു തരാം. അസ്ലം അബ് നഹി മായേക, അസ്ലം ഇനി വരില്ല. ആ റിക്ഷാവണ്ടിക്കാരൻ പറയാണ്, അസ്ലം അബ് നഹി മായേക, അസ്ലം ഇനി വരില്ല. ക്യാ ഹുവാ ഉസ്കോ, അദ്ദേഹത്തിന് എന്തു പറ്റി? നമ്മൾ ഒരാൾ വരില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചോദിക്കുക, എന്തു പറ്റി? ഇതേപോലെ തന്നെ നമ്മളുടെ യാത്രക്കാരൻ ചോദിക്കുകയാണ്, ക്യാ ഹുവാ ഉസ്കോ, എന്തു പറ്റി അദ്ദേഹത്തിന്? റിക്ഷേമേം ബൈഠത്തെ ഹുയെ ഉസ്നെ ലാപർവാഹി സെ പൂച്ച, റിക്ഷയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അശ്രദ്ധമായി, അത്ര കാര്യമാക്കാതെ ചോദിക്കുകയാണ്. പിछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा കഴിഞ്ഞ 4-5 दिनों से 4-5 ദിവസമായിട്ട് അസ്ലം ഹി ഉസെ ദഫ്തർ പഹുഞ്ചാത്ത രഹാത്ത, അസ്ലമാണ് ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസ്, പഹുഞ്ചാത്ത എന്ന് പറഞ്ഞാൽ എത്തിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ്, 4-5 ദിവസമായിട്ട് അസ്ലമാണ് ഈ യാത്രക്കാരനെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. ബാബുജി അസ്ലം നെഹീൻ രഹ, അപ്പോൾ ഈ റിക്ഷാവണ്ടിക്കാരൻ പറയാണ്, ബാബുജി അസ്ലം നെഹീൻ രഹ, രഹ്ന എന്ന് പറഞ്ഞാൽ ജീവിക്കുക, അസ്ലം നെഹീൻ രഹ. ബാബുജി എന്ന് പറയുന്നത് ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്, നമ്മൾ സാർ എന്നൊക്കെ വിളിക്കുന്ന പോലെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്. ബാബുജി അസ്ലം നെഹീൻ രഹ, അസ്ലം ജീവിച്ചിരിപ്പില്ല. ഖ്യാ ഉസേ ഷാഖ് സാലഹ, അദ്ദേഹത്തിന് ഷോക്ക് അടിച്ചതുപോലെ, ഇന്നലെ വരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ റിക്ഷാവണ്ടിക്കാരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഷോക്ക് അടിച്ചതുപോലെ ആയിട്ട് ചോദിക്കുകയാണ്, ഖ്യാ എന്ത്?
കൽ തോ ബല ചങ്കാത്ത, ഇന്നലെ നല്ല ആരോഗ്യവാനായിരുന്നല്ലോ. അപ്പോൾ റിക്ഷാവണ്ടിക്കാരൻ മറുപടിയായിട്ട് പറയാണ്, ഉസ്കെ ധോനോ ഗുർധോമേ ഗരാബി തീ. എന്താണ്, അദ്ദേഹത്തിന്റെ 2 വൃക്കകളും മോശമായിരുന്നു, 2 വൃക്കകളും തകരാറിലായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാത്ത. ഡോക്ടർ എന്താണ്, റിക്ഷാ വണ്ടി ഓടിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു, റിക്ഷാ വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്താണ്, നമ്മളുടെ അസ്ലമിന് 2 വൃക്കകളും മോശമായിരുന്നു, വൃക്കകൾക്കും തകരാറുണ്ടായിരുന്നു. അത് കാരണം ഡോക്ടർ റിക്ഷാ വണ്ടി ഓടിക്കരുതെന്ന് അസ്ലമിനോട് പറഞ്ഞതാണ്. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസ്തി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഗഹരി ഉദാസ്തി, വളരെ വിഷമമുണ്ടായിരുന്നു. ഈ റിക്ഷാ വണ്ടിക്കാരെ ഈ അസ്ലം മരണപ്പെട്ട വിവരം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വിവരം പറയുന്നത്. എന്നിട്ട് ആ റിക്ഷാവണ്ടിക്കാരൻ തുടർന്ന് പറയാണ്, കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ടാത്തോ. ഇന്നലെ താങ്കളെ ദഫ്തർ പഹുഞ്ചാക്കർ, ഓഫീസിൽ എത്തിച്ചിട്ട് ലൗട്ടാത്തോ, തിരിച്ചു വരുന്ന സമയത്ത് പേശാബ് ബന്ദ് ഹോ ഗയാത്ത. പേശാബ് എന്ന് പറഞ്ഞാൽ യൂറിൻ, മൂത്ര തടസ്സം ഉണ്ടായിരുന്നു. ഇന്നലെ താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിന് മൂത്ര തടസ്സം ഉണ്ടായിരുന്നു. അസ്പതാൽ ലേ ജാത്തേ സമയം, ഹോസ്പിറ്റലിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉസ്നെ രാസ്തേമേ ഹി ദം തോട് ദിയ. അദ്ദേഹം വഴിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഓഫീസിൽ പോകുന്ന ഈ യാത്രക്കാരനെ ഓഫീസിലാക്കി തിരിച്ചു വരുന്ന സമയത്ത് മൂത്രതടസ്സം അനുഭവപ്പെടുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മളുടെ റിക്ഷാ വണ്ടിക്കാരൻ യാത്രക്കാരനോട് അസ്ലമിനെ കുറിച്ച് പറയുന്ന വിവരം. ഈ ആദ്യത്തെ പേജിൽ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നന്നായി റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആകെ വ കുച്ച് നഹി സുൻ സക. പിന്നീട് അദ്ദേഹത്തിന് എന്താണ്, ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ വരെ ഓഫീസിൽ കൊണ്ടാക്കിയിരുന്ന അസ്ലം എന്ന ഓട്ടോക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ട വിവരം പറഞ്ഞ സമയത്ത് പിന്നീട് അദ്ദേഹത്തിന് ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഏക് സന്നാട്ടെ ഉസേ അപ്പനെ ആഘോഷ് മേ ലേലിയ. ഏക് സന്നാട്ടെ, ഒരു നിശബ്ദത അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതായിട്ട് ആകെ മൂടിപ്പോയതായിട്ട് തോന്നി. ഒരു നിശബ്ദത വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതായിട്ട് തോന്നി. കൽക്കി ഘടന ഉസ്കി ആങ്കോം കെ ആകെ സജീവ് ഹോ ഉഠി. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ വരെ അദ്ദേഹമാണ് ഓഫീസിൽ, ഈ ഒരു അസ്ലമാണ് ഈ യാത്രക്കാരനെ ഓഫീസിൽ കൊണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന സംഭവം ഉസ്കി ആങ്കോം കെ ആകെ, കൺമുന്നിൽ സജീവ് ഹോ ഉടി, ജീവനുറ്റതായി വന്നു. അതായത് ഇന്നലെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ കൺമുന്നിലേക്ക് ജീവനുറ്റതായി വന്നു. അതായത് ഇന്നലത്തെ സംഭവമാണ് ഇനി അദ്ദേഹം ഓർക്കുന്നത്. ഇന്നലെ എന്തോ ഒരു പ്രത്യേക സംഭവം നടന്നിട്ടുണ്ട്, ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ കൺമുന്നിലേക്ക് വരികയാണ്. അതായത് ആ ഒരു സംഭവം അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ശ്രദ്ധിക്കുക. റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ ബഡേ ടാക്കാനേക്ക് ഊർ ജാരഹാത്ത. എന്താണ്, റിക്ഷ വണ്ടി ഇന്നലെ നടന്ന സംഭവമാണ് പറയുന്നത്. ഇന്നലെ നടന്ന സംഭവം അദ്ദേഹം ഓർക്കുകയാണ്. റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ ബഡേ ടാക്കാനേക്ക് ഊർ ജാരഹാത്ത. റിക്ഷ നടരാജ് ടാക്കീസും കഴിഞ്ഞ് ബഡേ ടാഖാനെ കി ഊർ, ടാഖാനെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്, ബഡേ ടാഖാനെ വലിയ പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസിനെയാവും പറയുന്നത്. അപ്പോൾ വലിയ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷ ചലാത്തെ ഹുയെ അസ്ലം ധീരെ ധീരെ കരാഹ് രഹാത്ത. റിക്ഷ ഓടിച്ചുകൊണ്ട് അസ്ലം പതുക്കെ പതുക്കെ കരാഹ് രഹാത്ത, അതായത് വേദനിച്ച് കരയുന്നതിനാണ് കരാഹ് എന്ന് പറയാം. ആ റിക്ഷ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ അസ്ലം എന്താണ്, പതുക്കെ പതുക്കെ വേദന കൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, വേദന കൊണ്ട് കരയുന്നുണ്ട്, മെല്ലെ കരയുന്നുണ്ട്. ബീച്ച് ബീച്ച് മേ ഏക് ഹാത്ത് സെ പേട് പകട് ലേത്താത്ത. ഇടയ്ക്കിടയ്ക്ക് എന്താ ചെയ്യുന്നത്, ഒരു കൈ കൊണ്ട് അദ്ദേഹം വയറ് പിടിക്കുന്നുമുണ്ട്. സാമനെ ടാക്ക് ബംഗ്ലേ തക്ക് ചടായി ഹി ചടായി തി. അടുത്തുള്ള സാമനെ ടാക്ക് ബംഗ്ലേ തക്ക്, ടാക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസസ്, അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വരെ ചടായി ഹി ചടായി തി, വലിയ കയറ്റമാണ്. ഏക് ബാർ കി ഉസ്കി ഇച്ഛ ഹുയി തീ കി റിക്ഷേ സെ ഉധർ ജായേ. പെട്ടെന്ന് ഈ നമ്മളുടെ യാത്രക്കാരൻ എന്താ തോന്നുന്നത്, റിക്ഷയിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നി. കാരണം നമ്മളുടെ അസ്ലം, റിക്ഷാ വണ്ടിക്കാരനായ അസ്ലം പതിയെ പതിയെ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ വയറ് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ യാത്രക്കാരൻ എന്താന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നി. അകലെ ക്ഷൺഹി,
അടുത്ത അകലേഹി ക്ഷൺ, അടുത്ത നിമിഷം തന്നെ എന്താണ്, ഉസ്നെ ഖുദ് കോ സംജായ, അദ്ദേഹം സ്വയം ബോധ്യപ്പെടുത്തുകയാണ്, സ്വയം അദ്ദേഹത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. റോസ് കാ മാംല ഹേ, ഇത് സ്ഥിരം ഉണ്ടാവുന്നതാണല്ലോ. അതായത് നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ, അസ്ലമിന് തൻ്റെ 2 വൃക്കകൾക്കും തകരാറുള്ളതിനെ കുറിച്ച്, അങ്ങനെ ഒരു അസുഖം ഉള്ളതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അപ്പോൾ ആ അസുഖവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇയാൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് റോസ് കാ മാംല ഹേ, ഇത് സ്ഥിരം ഉണ്ടാകുന്ന പതിവ് പ്രശ്നമാണെന്ന്. അപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ അസ്ലമിന് വയറിൽ പിടിക്കുന്നതും വേദന കൊണ്ട് കളിക്കുന്നതും ഒക്കെ സ്ഥിരം ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കബ് തക് ഉദർത്താ രഹേഗ, എപ്പോൾ വരെ ഇറങ്ങും? അതായത് ഈ ഓഫീസ് ജോലിക്കാരന് എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. ഒരു ദിവസം ഇറങ്ങിയാൽ പിന്നെ അതൊരു സ്ഥിരമാക്കേണ്ടി വരും. അപ്പോൾ എത്ര നാൾ ഇങ്ങനെ ഇറങ്ങും? യേ ലോഗ് നാടക് ബി ഗൂബ് കർ ലേത്തെ ഹേ, ഈ ഇവരെ പോലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ നന്നായി അഭിനയിക്കും. അപ്പോൾ നമ്മുടെ യാത്രക്കാരൻ ഇത് അസ്ലം അഭിനയിക്കുന്നതാണ്, അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അസ്ലം അഭിനയിക്കുന്നതാണെന്നാണ് നമ്മുടെ യാത്രക്കാരൻ കരുതുന്നത്. യേ ലോഗ്, ഇവരെ പോലുള്ള ആളുകൾ, ഈ റിക്ഷാവണ്ടിക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇവരെ പോലുള്ള ആളുകൾ നാടക് ബി ഗൂബ് കർ ലേത്തെ ഹേ, ഇവരൊക്കെ നന്നായി അഭിനയിക്കും. ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവക്കൂഫി ഹോഗി, ഇവരോടൊക്കെ ഹംദർദി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, ഇവരോടൊക്കെ സഹാനുഭൂതി തോന്നുക എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അനാബ് ശനാബ് പൈസേ മാങ്തേ ഹേ, എന്താണ്, കയ്യും കണക്കും ഇല്ലാതെ പൈസ വാങ്ങും. ഇവരെന്താണ്, കണക്കില്ലാതെ പൈസ വാങ്ങും. നമ്മളൊരു സ്ഥലത്തേക്ക് റിക്ഷ വിളിച്ച് പോയിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ഉള്ളവർ കണക്കില്ലാതെ പൈസ വാങ്ങും. കുച്ച് കഹേത്തോ, ഇനി അവരോട് എന്തെങ്കിലും പറഞ്ഞാലോ, സരേ ആം ഇസ്സത്ത് ഉദാർനെ പർ, സരേ ആം ഇസ്സത്ത് ഉദാർനെ പർ ആമാദ ഹോ ജാത്തെ ഹേ, എന്താണ്, മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളുടെ അഭിമാനം പോകുന്ന രീതിയിൽ അവർ സംസാരിക്കും. അസ്ലം റിക്ഷേസെ ഉദർപട, അപ്പോൾ അസ്ലം റിക്ഷയിൽ നിന്നും ഇറങ്ങി. ഇയാളിത് വിചാരിക്കുന്ന സമയത്ത് അസ്ലം റിക്ഷയിൽ നിന്നും ഇറങ്ങി. ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ, വലത് കൈ ആ സീറ്റിൽ, ഗദ്ദി എന്ന് പറഞ്ഞാൽ ആ റിക്ഷ വണ്ടീൻ്റെ സീറ്റിൽ ജമാക്കർ അമർത്തി പിടിച്ചിട്ട്, ചടായി പർ റിക്ഷ ഗീഞ്ച് രഹാത്ത, ആ കയറ്റത്തിൽ റിക്ഷ വലിച്ചുകൊണ്ട് പോവുകയാണ്. ബുരി തര ഹാഫ് രഹാത്ത, അദ്ദേഹം മോശമായ രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ അസുഖത്തിൻ്റെ അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം വല്ലാതെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന് കിതയ്ക്കുന്നുണ്ട്. ഹാഫിന എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക. ഗഞ്ചെ സിർ പർ പസീനെ കി നൻഹി നൻഹി ബൂന്തേം ദിഗായി ദേനെ ലഗി തി, അദ്ദേഹത്തിൻ്റെ ഗഞ്ചെ സിർ പർ, കഷണ്ടി തലയിൽ, പസീന എന്ന് പറഞ്ഞാൽ വേർപ്പ്, ആ കഷണ്ടി തലയിൽ വേർപ്പിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ ദിഗായി ദേനെ ലഗി തി, കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യം ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മളുടെ യാത്രക്കാരൻ ഓർക്കുന്നതാണ്. കിസി കാർ കെ ഹോൺ സെ ചൗക്കർ വ വർത്തമാൻ മേ ആകയ, ഏതോ ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. അപ്പോൾ ഇതുവരെ അയാൾ ഇന്നലത്തെ സംഭവങ്ങൾ ഇങ്ങനെ കൺമുന്നിൽ വന്ന് അതിങ്ങനെ ഓർക്കുന്നതാണ്. പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. റിക്ഷ തേസി സെ നടരാജ് സെ ടാക് ബംഗ്ലേ വാലി ചടായി കി ഓർ ബെഡ് രഹാത്ത, റിക്ഷ അങ്ങനെ അയാൾ അത് ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറിൻ്റെ ഹോണടി കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആ ഞെട്ടി ഉണർന്ന സമയത്ത് റിക്ഷാവണ്ടി, അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന റിക്ഷാവണ്ടി ഇന്നലെ ആ സംഭവം നടന്ന അതേ സ്ഥലത്താണ് ആ റിക്ഷാവണ്ടി എത്തിയിരിക്കുന്നത്. റിക്ഷ തേസി വളരെ സ്പീഡിൽ നടരാജ് സെ ടാക് ബംഗ്ലേവാലി ചടായി കി ഓർ ബെഡ് രഹാത്ത, ആ നടരാജ് ടാക്കീസ് കഴിഞ്ഞ് ഇന്നലെ സംഭവം നടന്നത് ഇതേ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നടരാജ് സെ ടാക് ബംഗ്ലേവാലി, ആ പോസ്റ്റ് ഓഫീസിലുള്ള ചടായി കി ഓർ, ആ ഒരു കയറ്റത്തിൻ്റെ അവിടേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രുക്കോ, പെട്ടെന്ന് ഈ നമ്മളെ യാത്രക്കാരൻ പറയാണ്, രുക്കോ നിർത്തൂ. ഏകായക് ഉസ്നെ റിക്ഷേ വാലേസെ കഹ, പെട്ടെന്ന് അദ്ദേഹം റിക്ഷ വണ്ടി ഓടിക്കുന്ന ആളോട് പറയാണ്, നിർത്തൂ. ഔർ റിക്ഷേസ്കെ ധീരെ ഹോത്തെ ഹി ഉദർപട, പിന്നെ ആ റിക്ഷ ധീരെ ഹോത്തെ ഹി, സ്ലോ ആകുന്നതിന് മുന്നേ തന്നെ ഉദർപട, അദ്ദേഹം ഇറങ്ങി. റിക്ഷേവാല ബഹുത് മസ്ബൂത്ത് കത്കാടി കഥ, ഇപ്പോൾ ഇന്ന് ഓടിക്കുന്ന ഈ റിക്ഷാ വണ്ടിക്കാരൻ വളരെ മസ്ബൂത്ത്, ശക്തിയുള്ള ശരീരമുള്ളവനായിരുന്നു. ഉസ്കേലിയെ യേ ചടായി കോയി ഗാസ് മായനെ നെഹി രേത്തി, ഈ ഇന്ന് ഓടിക്കുന്ന ഈ റിക്ഷാ വണ്ടിക്കാരന് ഈ കയറ്റൊന്നും അത്ര കാര്യമുള്ളതായിരുന്നില്ല. അദ്ദേഹം നല്ല ശക്തിയുള്ള ശരീരമുള്ള, നല്ല മസ്ബൂതാണ്.
ഉസ്നെ ഹൈരാനി സെ ഉസ്കി ഓർ ദേഖ. ഈ റിക്ഷാവണ്ടിക്കാരൻ നമ്മളുടെ യാത്രക്കാരൻ റിക്ഷ സ്ലോ ആക്കുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാരൻ റിക്ഷയിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് നിർത്തൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മളുടെ യാത്രക്കാരൻ റിക്ഷ സ്ലോ ആക്കുന്നതിന് മുന്നേ തന്നെ റിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. അപ്പം അത് കണ്ട് നമ്മളുടെ ഈ റിക്ഷാ വണ്ടിക്കാരൻ ഹൈരാനി സെ ഉസ്കി ഓർ ദേഖ, അതിശയത്തോടു കൂടി ഈ യാത്രക്കാരനെ നോക്കുകയാണ്. വ കിസി അപരാധി കി ബാന്തി സിർ ചുക്കായെ റിക്ഷേ കെ സാത്ത് സാത്ത് ചൽ രഹാ താ. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ യാത്രക്കാരൻ കിസി അപരാധി കി ബാന്തി, ഏതോ ഒരു അപരാധം ചെയ്ത ആളെ പോലെ. കാരണം എന്താണ്, അയാളെ മനസ്സിൽ ഇപ്പോഴും ഇന്നലത്തെ ആ ഒരു സംഭവമാണ്. അയാൾ മനസ്സിൽ പെട്ടെന്ന് ഇന്നലെ പോയ ആ ഒരു ഇത് ഓർത്തുകൊണ്ടാണ് അയാൾ ഈ റിക്ഷാ വണ്ടിയിലിരിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു കയറ്റം എത്തിയ സമയത്ത് ഇപ്പോഴും അയാളെ മനസ്സ് ഇന്നലത്തെ ആ ഒരു സംഭവത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് അസ്ലമാണ് ഓടിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിലാണ് അയാൾ പെട്ടെന്ന് റിക്ഷാ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹം എന്താണ്, കിസി അപരാധി കി ബന്തി, എന്തോ ഒരു അപരാധം ചെയ്ത ആളെ പോലെ സിർ ചുക്കായേ ഹുയെ, തല കുനിച്ചുകൊണ്ട്, അതായത് കുറ്റബോധം കൊണ്ട്. ഇന്നലെ അയാൾ അങ്ങനെയൊന്നും ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു തെറ്റ് തിരുത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു അപരാധിയെ പോലെ കുറ്റബോധം കൊണ്ട് സിർ ചുക്കായെ, തല കുനിച്ചുകൊണ്ട് റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചൽ രഹാ താ, ആ റിക്ഷേൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക.